ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് പ്രിയങ്ക നായരാണ്. നമസ്തേ. നമസ്കാരം. അതെ, എന്റെ പ്രേക്ഷകരോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. സന്തോഷം. ഞാന് ശരിക്കും പ്രിയങ്കനെ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങൾ പ്രിയങ്ക കാണുമ്പോ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇത് എന്നാ കോലമാ പ്രിയങ്ക. വിളച്ചിലെടുക്കല്ലേ. ഞാനിത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്ന് ആലോചിക്കുക. എന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേന്ന്. അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ. അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു. ഇതിന്റെ ഒരു ഭാഗമാണെന്നോ ഇങ്ങനെ? എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന കൊച്ചിങ്ങനെ പാക്ക് പോലായി പോയി. ഞാൻ ഒന്നും കേട്ടില്ല. എന്നാ ഞാൻ കേട്ടു. കൈയും കാലും ഒന്നും അല്ലല്ലോ, മുടിയല്ലേ മുറിച്ചു കളഞ്ഞു, അത് വളർന്നു. എടാ കൊച്ചുണ്ണി, ഈ മാതിരി ആൾക്കാരാണ് ശിഷ്യന്മാരാക്കി കൊണ്ടിരിക്കുന്നത്. ഇതാരാ പറയുന്നേ? അല്ല, ഇതാരാ പറയുന്നേ? ആദ്യമണി അവർക്ക് തന്നെ തുടങ്ങാം. ഇതാരായിരുന്നു പറയണേ? സിനിമയ്ക്ക് വേണ്ടിട്ട് മുടി വെട്ടിക്കളഞ്ഞ ഒരാളല്ലേ? ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് വന്ന നായികയാണ്. ഫസ്റ്റ് മൂവിയിലെ ഞാൻ ശരിക്കും മുടി വെട്ടിയ. പക്ഷെ ഞാൻ നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ആ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ഫിലിം, ഇറ്റ്സ് ടു നൈസ്. അത് വേണമല്ലോ ഈച്ച് ആൻഡ് എവറി ആർട്ട്. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല.